ഇന്ന് തിരുവനന്തപുരത്തോട്ട് രാവിലെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഇറങ്ങിയതാണ്. അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നൈസായിട്ട് പോകണം. ട്രാഫിക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം എത്താൻ പറ്റി. എറണാകുളത്ത് എത്തിയപ്പോഴേക്കും ഒരു വീഡിയോ എടുക്കാമെന്ന് ഒരു മനസ്സിലൊരു ആഗ്രഹം തോന്നി എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. വലിയ ട്രാഫിക്, പക്ഷേ ഈ സൈഡിലായി പൂക്കള്, പല പല കളർ പൂക്കള്, മരങ്ങള്, ഇതൊക്കെ കാണുമ്പോൾ ഒമാനില് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന എങ്ങനെയാണോ ആ ഒരു ഫീൽ ഇവിടെ ഉണ്ട് കേട്ടാ. കറക്റ്റ് ഇത് സാധാരണ ഈ നേരിട്ട് ഇതില് എല്ലാ ദിവസവും പോണതാണ്. പക്ഷേ എങ്കിലും ഇത്രയൊരു ഫീല് കിട്ടിയിട്ടില്ല. ആ വീഡിയോ എടുത്ത് കണ്ടപ്പോഴാണ് ആ ഒരു ട്രിവാൻഡ്രത്തിന്റെ ഭംഗി എന്താണെന്ന് കറക്റ്റ് മനസ്സിലായി തുടങ്ങിയത്. ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ. സ്ഥിരം യാത്ര ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കും ഇത്രയും തോന്നുന്നത്. ഓരോ കളറിലെ പൂക്കള്, വലിയ വലിയ മരങ്ങള്, നല്ല തണലായിട്ട് നിർത്തിയേക്കുന്ന സൈഡിലത് സൈഡിലെ ഒരു ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത് ട്രിവാൻഡ്രം ആണോന്ന് തന്നെ ഇത് കാണുന്നവർക്ക് വരെ തോന്നും. അത്രയും ഭംഗിയുണ്ട്. പക്ഷെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നു. പക്ഷെ ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടപ്പോൾ ഒരു രസമുണ്ട്. ഈ കപ്പലിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇത് പണ്ട് ഇതിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും കപ്പല് ബിൽഡിംഗ് എന്നാണ് പറഞ്ഞത്. ഇതിന്റെ സ്ഥലം ഇതിന്റെ പേര് ഇപ്പൊ ഈ അടുത്താണ് മനസ്സിലായി. ഇൻഫോസിസ് എന്നാണ് അതിന് പറയുന്നത്. പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു. അടുത്താണ് മനസ്സിലായി. പനകള് പോലത്തെ പനകളൊക്കെ വെച്ചേക്കുന്നു. പക്ഷെ പ്രത്യേക ഭംഗിയുണ്ടല്ലോ ഇവിടെ കാണാൻ. ട്രിവാൻഡ്രം ഒരു സംഭവം തന്നെ കേട്ടാ. പത്മനാഭന്റെ മണ്ണില്ലേ, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇതിപ്പം നമ്മൾ ദുബായിലോട്ട് റോഡ് എൻട്രി ചെയ്ത് ഷെക്സായ റോഡ് എൻട്രി ചെയ്യുന്ന ആ ഒരു ഫീലുണ്ട്. അതിന്റെ വല സൈഡിൽ ലുലു കാണും. ലുലു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേ കണക്ക് തന്നെ കേട്ടാ. ഈ ഗൾഫ് കൺട്രീസിലൊക്കെ ഈ കളറിൽ തന്നെയാണ്. അതേ സെയിം കളറിൽ ആ മോഡലിൽ തന്നെയാണ് ഇവിടെ അത് വെച്ചേക്കുന്നത്. ലുലു കഴിഞ്ഞു ഇവിടെ നിന്നൊരു യു ടേൺ ഉണ്ട് ലുലുവിലേക്ക്. പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. ഭാവിയിൽ അത് തുറക്കുമായിരിക്കും. ഇവിടെ നിന്ന് യു ടേൺ അടിച്ച് പോവാം. പക്ഷെ തൽക്കാലത്തേക്ക് അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. പക്ഷെ വല്ലാത്തൊരു ഭംഗിയാണല്ലേ. പക്ഷെ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ അത് കണ്ടപ്പോഴാണ് ഇത്രയും നല്ല ഒരു ഭംഗിയുണ്ടെന്ന് മനസ്സിലായത്. സൈഡിലൊക്കെ ആ പുല്ലുകളൊക്കെ കറക്റ്റ് വെട്ടി കറക്റ്റ് ലെവലാക്കി വെച്ചേക്കുവാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇന്ന് ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വിട്ടടിച്ച് പോവാം. നല്ല സ്പീഡ്. ഇപ്പം എയർപോർട്ടിലോട്ട് എത്താറായി. നമ്മൾ ഈ കയറ്റം കയറി ഇറങ്ങുമ്പോൾ വലത്തോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർപോർട്ടിലോട്ട് പോവാം. ഇടത്തോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഓട്ടം പോകേണ്ട സ്ഥലത്തോട്ടും പോവാം. ഒരു ഐ കെയർ ഹോസ്പിറ്റലിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ ലെഫ്റ്റ് സൈഡ് പിടിച്ച് പോകുന്നു. ലെഫ്റ്റ് ട്രാക്ക് പിടിച്ച് കുറച്ച് നേരം പോയി ഈ പിടിച്ച് കയറി ഇറങ്ങി താഴോട്ട് ഇറങ്ങുന്നത്. ലെഫ്റ്റിലോട്ടാണ് എനിക്ക് പോകുള്ളത്. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ടെർമിനൽ 1, ടെർമിനൽ 2. ഇവിടെ ഇപ്പോൾ നമ്മളിത്തിരി ട്രിവാൻഡ്രത്തെത്തി. ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഇവിടെ പോയാൽ മതി. വലസൈഡിൽ കാണുന്ന ഒരു ചർച്ചാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ എത്തേണ്ട സ്ഥലത്ത്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. എനിക്ക് എന്തായാലും ട്രിവാൻഡ്രം വീഡിയോ